ആദ്യമായിട്ടായാലും പാക്കറ്റ് അടിക്കാൻ നോക്കി തെറ്റ് തന്നെയാ. വിശന്നാ പിന്നെ മനുഷ്യൻ എന്താ ചെയ്യാന്നേ? വെറും ഒരു പാവത്താൻ. കുറച്ചു നാളായിട്ട് ഫുട്പാത്തിലായിരുന്നു അത്രേ കിടപ്പ്. ആഹാ, മനുഷ്യന്റെ ഓരോ അവസ്ഥ എന്നല്ലാതെ എന്താ പറയാ. എന്തിനാ എഴുന്നേറ്റത്? പോയി കിടന്നോളൂ. പരിപൂർണ ഭേദമായിട്ട് പുറത്തിറങ്ങിയാ മതി. ഉണർന്നപ്പോ കണ്ടില്ല, നല്ല വിശപ്പും. ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. എന്തിന്? അല്ല, ഞങ്ങളൊക്കെ കൂടി ഇന്നലെ കൈവച്ചത്. ആണോ? സന്തോഷം. ഒരു സഹജീവി ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. എന്നാലും കുഴപ്പമില്ല. എന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളൊക്കെ കൈ അയച്ച് സംഭാവന ചെയ്തെന്ന് പ്രൊഫസർ പറഞ്ഞു. ഇനിയും സഹായങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. പിന്നെ മുട്ടയും പാലും എനിക്ക് കുറച്ചധികം വേണ്ടി വരും. ബോഡി ആകെ കലങ്ങിയിരിക്കുക. പോയി കിടന്നോളൂ, ഞാനിപ്പോ വരാം. ഓ, അപ്പോ രോഗിയെ കാണാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരൂ കേട്ടോ. ഒന്ന് പരിചയപ്പെടും ചെയ്യല്ലോ. ആഹാ, താനിവിടെ കിടന്ന് ചിറ്റി കളിക്കുക. ഇനിയിപ്പോ മുട്ട വാങ്ങി ഓംലെറ്റ് ഉണ്ടാക്കി പാല് തിളപ്പിച്ച് എത്ര നേരം വേണ്ടി ഈശ്വര. ഒന്ന് പോഷ്ട. സഹോദര. എന്താ സഹോദര? എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഐഡിയ ഒക്കെ പിന്നെ താൻ ആദ്യം പറഞ്ഞ പണിയിടൂ. ദയവ് ചെയ്ത് ഇനി താൻ ധർമാശുപത്രിയിലോട്ട് പോ. മുട്ടയും പാലും ഒക്കെ അവിടെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഈ പരിക്കൊക്കെ കാണുമ്പോ തന്നെ അവരെന്തായാലും അഡ്മിറ്റ് ചെയ്യും. അതെന്തായാലും വേണ്ട സഹോദര. അവരെന്നെ അവിടെ അഡ്മിറ്റ് ചെയ്താ തിരിച്ചു വരുമ്പോ താൻ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ താൻ ഒരിക്കലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശമില്ലേ? എവിടെ പോവാൻ? എന്റെ കഥ മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞില്ലടോ. അപ്പൊ എങ്ങനെ ജീവിക്കൂടൂ? താൻ എങ്ങനെ ജീവിക്കുന്നത് അതുപോലെ ഞാനും ജീവിക്കൂടോ. നേര് പറഞ്ഞ ഈശ്വരൻ എന്നെ തല്ലിയത്. ഇപ്പൊ തല ചായ്ക്കാൻ ഒരു കൂരേ. എടോ, ഇതിന് വാടക പോലും കൊടുക്കാൻ വയ്യാതെ നിൽക്കാണ് ഞാൻ. അതൊക്കെ കൊടുക്കാടോ. നേര് പറ, ശരിക്കും തനിക്ക് മാജിക് പിണ്ണാക്കൊക്കെ അറിയോ? ഈ എക്യുപ്മെന്റ്സ് ഒക്കെ പിന്നെ പിച്ചണ്ടാൻ വെച്ചിരിക്കുകയാണോ? എന്നാ നമുക്ക് മാജിക് കളിച്ച് ജീവിക്കടോ. നമുക്കോ? അതെ, താനൊരു 5-6 വിദ്യ എന്നെയും പഠിപ്പിക്കടോ. നടന്ന് പരിപാടി പഠിക്കുന്നവരെ ഞാൻ ഏറ്റെന്ന്. കാരണേ എനിക്ക് നാക്കുണ്ട്, പിന്നെ സ്റ്റേജ്. സ്കൂൾ നാടകത്തിൽ സ്ഥിരം ക്ഷയരോഗിയും കുഷ്ഠരോഗിയൊക്കെ ആയിട്ട് അഭിനയിച്ച് ഒരുപാട് തവണ ബെസ്റ്റ് ആക്ടർ മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ താൻ പരിപാടി പിടിച്ചു തരുമോ? അക്കാര്യം താൻ എനിക്ക് വിടറോ. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. നോക്കാനൊന്നുമില്ല. താൻ വെറുതെ മാജിക് കാണിച്ച് നിന്ന് തന്നാ മതി. ബാക്കി നമ്മൾ കലക്കുന്നു. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ. ഭൂതങ്ങളോ പ്രേതങ്ങളോ അല്ല, ചാത്തനോ കുട്ടിച്ചാത്തനോ അല്ല, ദൈവങ്ങളുടെയോ ജിന്നുകളുടെയോ വേലയല്ല. മായ, സർവം മായ. പ്രൊഫസർ രംഗൂൺവാല ഇതാ ഇതാ തുണിയല്ല തുണി കൊണ്ട്, മറയല്ല മറ കൊണ്ട് നിങ്ങളുടെ കണ്ണ് കെട്ടുകയാണ്. കൺകെട്ട് കൺകെട്ട്. ചിക്കൻ ഫ്രൈക്ക് നല്ല രുചി. ആ ഹോട്ടലിൽ കാലത്തും ചിക്കൻ കിട്ടുമോ? 500 രൂപ കിട്ടിയത് ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങാന്നായിരിക്കും. പിന്നല്ലാതെ ശരീരം നോക്കണ്ടേ? എന്താണ് അധ്വാനം ദൈവമേ.
ഇന്നത്തെ അനൗൺസ്മെന്റ് കലക്കില്ലേ? എന്റെ ഓരോ തമാശകൾക്കും ജനം പൊട്ടി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ജനം ചിരിച്ചത് മാജിക്കിനാ. അല്ല ആണ്. എന്നൊരു കാര്യം ചെയ്യും, ഒരു 5-6 നമ്പർ എന്നെ കൂടി പഠിപ്പിക്കുക, കലക്കി ഞാൻ കൈത്തരാം. അങ്ങനെ കലക്കണ്ട, പിന്നെ തെളിയില്ല. ഇരുന്നതിന് ശേഷം കാല് കിട്ടിയാൽ മതി കേട്ടാ. ആ ലോക പ്രശസ്ത മാജീഷ്യൻ PC സർക്കാർ കാണിക്കുന്ന സകല വിദ്യയും ഞാനും കാണിക്കും. പക്ഷെ എക്യുപ്മെന്റ്സ് വേണം. കുറെ പണം ഉണ്ടായിരുന്നെങ്കിൽ മിനിറ്റ് വെച്ച് ഞാനും ലോക പ്രശസ്തനായനെ. വെറുതെ അല്ല ദൈവം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്ത. എടാ ഈ കീലേരി അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. ആരാ ഈ വഴി പോവാം. ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. എന്തച്ചു? കീലേരി. ഓ, ഇയാളെന്ന് രാത്രി കൂടെ നിലവിളിക്കുന്നത്? തീരുമാനിച്ചിട്ടേ ആ രാജു വേണ്ട. കീലേരി ഇവിടുന്ന് പോവുള്ളൂ. എന്താ സംഭവം എന്നറിയല്ലോ. വാ. ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം ഉണ്ട്, വാടാ. വേണ്ട കേട്ടോ, അയാളിൽ കത്തിയുണ്ട്, കുത്തും. നിന്നോട് തന്നെയാ പറഞ്ഞേ. രാജു തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും കഴിവേറി. അതെ, അതാണ് പറഞ്ഞേ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട്. അയാൾ ഇവിടുത്തെ അനന്തരനെ കൊല്ലാൻ നടക്കാണ്. ആരിവനാ? ആണോടോ? അത് തമാശ. മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, മേലാലി ഏരിയയിലെങ്ങനെ കണ്ടുപോയാ. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ. മല പോലെ വന്നവൻ എലി പോലെ പോയത് അത്ഭുതം. എവിടെ അവൻ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നവരും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ 2 മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലിന് ചോട്ടിൽ ഒടിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല. ഇപ്പോഴവനോട് ജീവൻ വെച്ചത്. അമ്മേ എന്താണ്ടാ? ഒന്നുമില്ല. ചേട്ടൻ പഠിക്കണ്ട, ഇനി അവൻ വരില്ല. എല്ലാ റൗഡികളും അടിസ്ഥാനപരമായിട്ട് വെറും പീരുകളാ. വാ. സർലേ 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 സരളയോ? ഞാൻ വരുന്നതിന് മുമ്പ് ഏതോ ഒരു പെശക സരള ഇവിടെ താമസിച്ചിരുന്നു. വാതില് തട്ടുകാരെ കൊണ്ട് മടുത്തിരിക്കുക. നമുക്ക് ശരിയാക്കാം. എന്ത് ശരിയാക്കാം? വരുന്നുട്ടോ. മുപ്പത്തി ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ തുറക്കാം. വാ, നീന്നില്ലേ, ഞാൻ പോവാം. 2 പേരും കൂടി വന്നോളൂ, എനിക്കതാ സൗകര്യം. വാ വാ വാ. എടാ കഴിവറടാ മോനെ, മേലാലി ഏരിയയിലെങ്ങനെ കണ്ടുപോയാ. അയ്യോ, പിന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഒരു അത്യാവശ്യ വിവരം പറയാനാ. ഈ സരള എന്ന് പറയുന്ന സ്ത്രീയുടെ വീടേതാ? ദേ അതന്നെയാ, വേഗം ചെന്നോളൂ. താങ്ക്സ്. ഓ എന്താടാ? പോടാ. നമസ്കാരം. അല്ല, ഇന്നലെ പിന്നെ വല്ല പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, ഈ കോളനിയിലെ ഒരുപാട് കേടികളും റൗഡികളും ഉള്ളതാ. ഇടക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലേ കയറും. ഈ കോളനിയിൽ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. തന്റെ വലിയൊരു കത്തിയുണ്ടോ? ചേച്ചേ, എന്റെ അടുത്ത് എവിടുത്തെ കത്തിയെന്ന്? അല്ല, മോന്റെ പേരെന്താ? താനെ കത്തിയൊന്ന് കാണിക്കടോ. താനത് വെച്ച് ആരൊക്കെ കുത്തിന്നോ ജയിലിൽ പോയെന്നോ? പൊന്നനിയ, പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിനാക്കി മാറ്റി. എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. അപ്പൊ പിന്നെ കത്തി എത്തിയൊരു കളി കളിക്കാൻ ഞാനും വിചാരിച്ചു. അങ്ങനെ കീലേരി അച്ചു പേരെടുത്ത്. അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതില് ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ. പോട്ടെ. ചേട്ടാ കീലേരി അച്ചു. അയ്യോ എവിടെ? ഇപ്പൊ വഴിക്ക് പോയുള്ളൂ. ഏത് വഴിക്ക്? പേടിക്കണ്ട, ഇനി അയാളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ലെന്ന്. പിന്നെ
ഇന്ന് വൈകുന്നേരം അപ്പുറത്തെ മൈതാനത്ത് എന്റെ തെങ്കൂണ്ട് ബാലയുടെ ഒരു മാജിക് പരിപാടി ഉണ്ട്. ബാലയ്ക്ക് പറയാനൊരു മടി. ഞാൻ ഇന്നലെ രാത്രി ചേട്ടന്റെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ. ഒരു 10 മിനിറ്റ് ചേട്ടന്റെ മോളോട് ഞങ്ങളെ സ്റ്റേജിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. എന്ത് ഹെൽപ്പ്? അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാൽ മതി. അല്ല അതിപ്പോ കൂടുതലൊന്നും പറയണ്ട. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ ചേട്ടൻ ചെല്ല്. അല്ല അല്ല അതെ അതെ ഇപ്പൊ